നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 തുലാമാസം 30-ാം തീയതി, അതായത് 2025 നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്ന് ഞായറാഴ്ച, സൂര്യോദയം തൃശ്ശൂരിൽ 6:24, അസ്തമയം വൈകിട്ട് 5:55. ഇന്നത്തെ രാഹുകാലം ഞായറാഴ്ച നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭാശുഭങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നല്ല നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽപ്പെടുന്നു. ഉത്രമത്തം ചിത്രം. അത്തം നല്ല നക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ അത്തമാണെങ്കിൽ വളരെ വിശേഷമാണ്. ഇവിടെ കറുത്ത പക്ഷത്തിൽ ദ്വാദശിയിൽ നിൽക്കുന്ന അത്തമാണ്. അത്ര ശുഭമല്ല. പലപ്പോഴും അത്തം നക്ഷത്രത്തിന് കാലുണ്ടാവാറുണ്ട്. അത് പലപ്പോഴും തന്നെ അമ്മാവന്മാർ തനിക്ക് തന്നെ ദോഷങ്ങളാകാം. ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ പേരിലൊക്കെ നിങ്ങൾ നോക്കണം. കുട്ടിക്ക് ഈ കറുത്ത പക്ഷത്തിൽ അത്തം ബുദ്ധിമുട്ടുണ്ടാക്കുമോ, പാദങ്ങളുടെ ദോഷമുണ്ടോ എന്ന് അറിയണം. ഇവിടെ തിഥി ദുർബലമാണ്. ചന്ദ്രൻ 2 ദിവസം കഴിഞ്ഞാൽ അമാവാസിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നത്തെ ദിനത്തിന് എന്താണ്? ഇന്ന് സംക്രമമാണ്. ഇന്ന് വൃശ്ചികത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുകയാണ്. തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നു. എപ്പോൾ സംക്രമിക്കുന്നു? ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ. അതിനാൽ 1:30 വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ഞാൻ ജ്യോതിഷിയായി ഞാൻ കബഡി വെക്കാറില്ല. വെക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ സംക്രമത്തിന് കബഡി വെക്കാറില്ല. സംക്രമിച്ച് കഴിഞ്ഞാൽ മാത്രം വെക്കും. അതിനാൽ ഉച്ചയ്ക്ക് 1:30 വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ മുഹൂർത്തങ്ങൾ നൽകില്ല. ഇത് ഞായറാഴ്ചയാണ്, അത്തം നക്ഷത്രമാണ്. നിങ്ങൾക്ക് നന്നായി തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യാം. അവിവാഹിതരായ യുവതീ യുവാക്കൾക്ക് എന്ത് ചെയ്യാം? സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം. അതൊക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കുക. നിങ്ങൾക്ക് യാത്രയോ മറ്റു കാര്യങ്ങൾക്കോ അനുകൂലമായ സമയം വേണമെങ്കിൽ ഉച്ചയ്ക്ക് 2:25 മുതൽ 3:20 വരെയുള്ള സമയത്തെ തിരഞ്ഞെടുക്കുക. ഇത് നല്ല കാലഹോരയാണ്, നല്ല സമയമാണ്. ഇത് മാത്രമേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുഹൂർത്തമായി തരാൻ പാടുള്ളൂ എന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ നല്ല ഒരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.